ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കിച്ചുകുട്ടൻ്റെ പിറന്നാൾ വിശേഷങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് അൺപ്ലാൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ ജസ്റ്റ് രാവിലെ അമ്പലത്തിൽ പോയി കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. എൻ്റെ അച്ചുകുട്ടന് ഇന്ന് എക്സാം നടക്കുകയാണ്. ഒപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും മന്ത് എൻഡ് ആയതുകൊണ്ട് ലീവ് കിട്ടാനുള്ള ചെറിയ ഒരു ഇഷ്യൂസും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ April 5 അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് അത് സൺഡേ ആണ്, അപ്പോൾ അന്നത്തേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും എൻട്രി തന്നത്. അവർ പറഞ്ഞു, എന്തായാലും ബർത്ത്ഡേ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അവരുടെ സെലിബ്രേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയോ? രാവിലെ അമ്പലത്തിൽ പോവുക, നല്ല സദ്യ ഉണ്ടാക്കുക, തൂശനിലയിൽ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി നിലവിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ചോറുണ്ട്. അതാണ് അവരുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ മോഡ്. എൻ്റെ ഒരു കുട്ടിക്കാലവും എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും കേക്ക് മുറിച്ചൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീട്ടിലുണ്ടായിട്ടില്ല. ഈ ഒരു മോഡിലുള്ള ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അവരുടെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, ആരെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ പാരൻസിനെ. പിന്നെ പാരൻസിന് മക്കളോടുള്ളതിനേക്കാളും ഒരു അറ്റാച്ച്മെൻറ്റ് കൊച്ചുമക്കളോടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ നമ്മൾ കാണാതെ പോകരുതല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അച്ഛനും അമ്മയും അടിപൊളി സദ്യയൊക്കെ ഒരുക്കും എന്നുറപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു കേക്കും കൂടി മുറിച്ചേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.